താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഇപ്പോൾ നിങ്ങളൊരു പ്രശ്നത്തിലാണ് എന്നിരിക്കട്ടെ. പ്രശ്നത്തിലാണല്ലോ ആൾറെഡി, അല്ല, ഒരു പ്രശ്നത്തിലാണ് എന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കൊപ്പമുള്ളവരുടെ നിങ്ങളോടുള്ള സമീപനം എങ്ങനെ ആയിരിക്കണം എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണം. അപ്പോൾ നിങ്ങൾക്കൊപ്പമുള്ളവർ നിങ്ങൾക്കൊപ്പം നിൽക്കണം ആത്മാർത്ഥതയോടെ. എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രശ്നം അവരുടെ പ്രശ്നമായി കണ്ട് അതിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കണം. നിങ്ങളെ സഹായിക്കണം, നിങ്ങളെ കൈത്താങ്ങണം, നിങ്ങളെ ആശ്വസിപ്പിക്കണം, നിങ്ങളെ ബലപ്പെടുത്തണം. അല്ലേ? ഇതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ ഇതല്ലേ വേണ്ടത്? ഇങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് നമ്മളായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെ ഇല്ലാത്തത് കൊണ്ടല്ലേ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്തത്. സഹോദര, സഹോദരി, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, അല്ലേ? ആ പ്രശ്നത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കായിത്തീരുന്നു. ഒപ്പമുള്ളവരുടെ സമീപനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ഉതകുന്ന തരത്തിലുള്ളതല്ല. പിന്നെ എങ്ങനെയുള്ള സമീപനമാണ് അവരുടേത്? ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത. മീൻസ് ഒപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നം വന്ന ഉടനെ എല്ലാവരും കൂടെ നിങ്ങളെ ഇട്ടിട്ട് അങ്ങ് പോകത്തൊന്നുമില്ല. ശരീരം കൊണ്ട് അവരൊക്കെ കാണും. ഇപ്പോൾ നിങ്ങൾ കരയുന്നുണ്ട്, നിങ്ങൾക്ക് സങ്കടമുണ്ട് എങ്കിൽ അതേ സങ്കടം അവരുടെ മുഖത്തും ഒരു ഗോഷ്ഠിയായി അവർ ഉണ്ടാക്കിയെടുക്കും. ഉള്ളിൽ ചിരിക്കുകയായിരിക്കും. ഉള്ളം കൊണ്ട് അവരുടെ മനോഭാവം വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം അത് നിങ്ങളുടേത് മാത്രമാണ്. ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത രീതിയിലുള്ള വാക്കുകൾ, പ്രവർത്തികൾ. ഇവൻ എങ്ങനെയോ പോട്ടെ, അല്ലെങ്കിൽ ഇവൻ ഇത് തന്നെ വരണം, അല്ലേ? ഈ മനോഭാവത്തോടെ ആയിരിക്കും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. ഇത് വല്ലാത്തൊരു വേദനയാണ്. ചിലരൊക്കെ കൂടെ ഇല്ലെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാറില്ല. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് പേരെ നല്ലതുപോലെ അറിയാം. ഒരു പ്രശ്നം വന്നാൽ 90% പേരും കാണത്തില്ല, ഒപ്പം നിൽക്കത്തില്ല. അപ്പോൾ നിൽക്കാതിരിക്കുന്നത് വലിയ കാര്യമല്ല. എന്നാൽ നിന്നിട്ട് ഈ ആത്മാർത്ഥതയില്ലാതെ പെരുമാറുന്നത് വല്ലാത്ത വേദനയ്ക്കും, ഇല്ലേ? നമ്മളതിനെ അങ്ങ് ചിന്തിച്ച് മടുത്തു പോകും. ഓ, നശിച്ചൊരു ജീവിതം. ഇവരുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ ചിന്തിച്ചു പോകും. ഇങ്ങനെ ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു സഹോദരി ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ സഭാരാധന കഴിഞ്ഞ് ആ സഹോദരിയുടെ വീട്ടിൽ വിസിറ്റിന് വേണ്ടി പോയി പ്രാർത്ഥിക്കുവാനും. അപ്പോൾ ആ സഹോദരി ഏകദേശം ഒരു 3 മാസത്തിന് മുമ്പ് പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായി. ആ സഹോദരിയുടെ ഭർത്താവിന് ഒരു ആക്സിഡൻറ്റ് പറ്റി തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഡിസ്ചാർജ് ആകുന്ന ദിവസത്തോടടുത്ത് അവർക്കൊരു വലിയ എമൗണ്ട് ആവശ്യമുണ്ട് ഡിസ്ചാർജ് ആകുവാൻ വേണ്ടി. അവർക്കൊരാൾ ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവസാന നിമിഷം അയാൾ പറ്റിച്ചു. അപ്പോൾ ആ സഹോദരി ക്യാഷിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുക. ആര് സഹായിക്കും? എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും? ഡിസ്ചാർജ് ആകണം, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അല്ലെങ്കിൽ ദിവസം കഴിയുന്തോറും ബില്ല് കൂടി വരും. പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. അപ്പോഴാണ് ആ സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നതും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. അവസാന നിമിഷം വരെ അവർ പ്രതീക്ഷിച്ച ആൾ അവരെ കൈവിട്ടെങ്കിലും ഒരിക്കലും കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത സർവശക്തനായ ദൈവം ആ സഹോദരിക്ക് വേണ്ടി പ്രവർത്തിച്ചു, വഴികളെ തുറന്നു, പുറത്തു വരുവാനുള്ള സാഹചര്യത്തെ ഒരുക്കി. അതെ, മനുഷ്യർ കൈവിടുമ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ നോക്കുന്ന പലരും അവസാന നിമിഷം ബൈ ബൈ പറഞ്ഞ് പോകുമ്പോൾ കേൾക്കണമേ, അങ്ങനെ ബൈ ബൈ പറഞ്ഞു പോകാതെ നിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരുവൻ, അതേ നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ എത്രയും നിങ്ങളായിരിക്കുന്നത്, ആ കർത്താവ് നിങ്ങൾക്കൊപ്പം കാണും. അതുകൊണ്ട് ഈ കാണുന്ന പേക്കൂത്തുകൾ കണ്ട്, അതെ, ഇങ്ങനെയുള്ളവരുടെ പെരുമാറ്റത്തെ അങ്ങനെ പറയുവാനാണ് എനിക്കിഷ്ടം. അത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. അപ്പോൾ ആ സഹോദരി വീട്ടിൽ വന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ദിവസവും അവിടെ പോയി, ഈ കഴിഞ്ഞ ഞായറാഴ്ചയും പോയി. അപ്പോൾ ആ സഹോദരി ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അവിടെ ആശുപത്രിയിൽ ഈ പൈസ ഇവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാതെ പ്രതീക്ഷയോടെ നോക്കിയ ആ വാതിൽ അടഞ്ഞുപോയി. അടുത്ത് ഇങ്ങനെ ഇവിടെ ആര് കൊടുക്കും? ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ സമയത്ത് ഈ സഹോദരി ഒത്തിരി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു സഹോദരി കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സഹോദരി ഇങ്ങനെ ഇവിടെ നിന്ന് പൈസ കിട്ടും, ആര് തരുമെന്നുള്ള ചിന്തയിലായിരിക്കുമ്പോൾ ഈ സഹോദരിക്ക് വേണ്ടി എന്ന വ്യാജേന ഫോൺ ചെയ്യുകയാണ്. അപ്പോൾ ഫോൺ എടുക്കും. ആ സഹോദരി അപ്പുറത്തുള്ള ആളിനോട് പറയും, അതെ, നിങ്ങൾക്കറിയാമോ, ഇന്ന സഭയിൽ വരുന്ന ഇന്ന ആളിൻ്റെ, അതെ, കണ്ടു പരിചയമുണ്ടോ? അവരുടെ ഭർത്താവ് ആക്സിഡൻറ്റ് പറ്റി ആശുപത്രിയിൽ കിടക്കുന്നു.
ഡിസ്ചാർജ് ആകുവാൻ ഇത്ര രൂപ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് പലിശയ്ക്ക് കൊടുത്ത് സഹായിക്കുവാൻ കഴിയുമോ? അവിടെ ഇങ്ങോട്ട് റിപ്ലൈ വരുന്ന മുമ്പേ ഇല്ല അല്ലേ? അപ്പോൾ ഇത് അനുഭവിക്കുന്ന ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോസിറ്റീവായൊരു മറുപടി ഉണ്ടാകുമോ? അല്ലെങ്കിൽ പൈസ ചോദിക്കുന്നവർ, ഇപ്പോൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരാൾ നിങ്ങളെ സഹായിക്കണമെന്ന് ചിന്തിച്ച് വേറൊരാളിനോട് പൈസ ചോദിക്കുകയാണ്. എങ്ങനെയാണ് ചോദിക്കുന്നത്? എൻ്റെ ആവശ്യം സഹായിക്കുവാൻ കഴിയുമോ? അങ്ങനെയല്ലേ ചോദിക്കുന്നത്. ഇത് ഇന്നാരുടെ ഭാര്യയുടെ ഭർത്താവ് ആശുപത്രിയിൽ കാലൊടിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ അവർക്കറിയാം കിട്ടരുത്, പക്ഷേ ഞാൻ ചോദിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഞാൻ സഹായിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് ഈ പുള്ളിക്കാരനും ബോധ്യമാകണം. ആ സഹോദരി പറയുക, അവസാനം ഞാൻ പറഞ്ഞു, എന്നെ സഹായിച്ചില്ലെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കരുത്. ഇങ്ങനെയുള്ള ആൾക്കാർ, അവർ നിങ്ങളെ വേദനിപ്പിക്കുന്നു, നിരാശപ്പെടുത്തുന്നു. വല്ലാത്തൊരവസ്ഥയിൽ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിങ്ങളെ തളർത്തിയാക്കി കളയുന്നു. എന്തു ചെയ്യും? ഇവരിൽ നിന്ന് എങ്ങനെ പുറത്തു വരും? പലരോടും പറയാൻ പറ്റത്തില്ല അല്ലേ? ആരാ സഹായിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതല്ലേ സഹോദര, ആ ജോലി സ്ഥലത്ത് ആരിലൂടെയാ പിടിച്ചു നിൽക്കാൻ പറ്റുന്നേ? ഒത്തിരി നാളായി നല്ലൊരു ജോലി ഇല്ല, വീട്ടിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആര് വിചാരിച്ചാലാ ഒരു ജോലി കിട്ടുന്നേ? അതുകൊണ്ട് ആരെയും പിണക്കാൻ വയ്യ അല്ലേ സഹോദരി? ആര് വിചാരിച്ചാലാ എൻ്റെ ഭർത്താവിനെ എന്നെ ഒന്ന് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നേ? പലരും കാട്ടിക്കൂട്ടുന്നതെല്ലാം പേക്കൂത്തുകളാണെന്ന് അറിയാം, എങ്കിലും ആരെയും പിണക്കാൻ വയ്യ. അയ്യോ, ഇവര് പറയുമ്പോഴായിരിക്കുമോ, ഇവള് പറയുമ്പോഴായിരിക്കുമോ, ഇവൻ പറയുമ്പോഴായിരിക്കുമോ? അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും കേട്ടോണ്ട് നിൽക്കുക അല്ലേ സഹോദര? മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ ആരുടെ വാക്കിനാണ് കഴിയുന്നത്? അറിയത്തില്ല. അതുകൊണ്ട് അവർക്ക് ദോഷമായി പറയുന്നവരെ പോലും, അവരുടെ ജീവിതത്തിലെ പല വീഴ്ചകളും ചൂണ്ടിക്കാട്ടി നിങ്ങളെ കുത്തി വേദനിപ്പിക്കുന്നവരുടെ വാക്കുകളെ പോലും കേട്ടിട്ട് ചെകിടനെ പോലെ നിൽക്കുക അല്ലേ? ആരാണ് ഉപകരിക്കുക? ആശുപത്രി കിടക്കയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് വരുവാൻ, ആ ബില്ല് സെറ്റിൽ ചെയ്യുവാൻ, ആ ട്രീറ്റ്മെൻറ്റിനായി ആരിലൂടെയാണ് ഒരു സഹായം ലഭിക്കുക? ഒരു വഴി തുറക്കപ്പെടുക? അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എതിർത്തു പറയുവാനും കഴിയത്തില്ല. അവരുടെ ഈ ആത്മാർത്ഥതയില്ലാത്ത പ്രവൃത്തി ജീവിതകാലം മുഴുവൻ, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിലായിരിക്കുന്ന സമയം മുഴുവൻ സഹിക്കേണ്ടി വരുമോ? ആ വേദനയിൽ തുടരേണ്ടി വരുമോ? ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്. അതിനു മുമ്പ് ഇவ்விധത്തിലുള്ള ആൾക്കാരെ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കുഴലൂത്തുകാരും ആരാവാരക്കൂട്ടവും. എവിടെയെന്നോ? മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് കാണുവാനായിട്ട് കഴിയും. പിന്നെ യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്നു. കുഴലൂതുന്നവരെയും ആരാവാരക്കൂട്ടത്തെയും കണ്ടിട്ട് മാറിപ്പോകുമെൻ, ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുന്നതത്രേ എന്ന് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. 25 കൂടെ വായിക്കാം. അവൻ പുരുഷാരത്തെ പുറത്താക്കി. അപ്പോ കർത്താവായ യേശു ക്രിസ്തു ഒരു സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. അവിടെ ഈ പറയുന്ന ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത കൂലിക്ക് കരയുന്ന ഒരു കൂട്ടം. കരയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കരയുന്നുണ്ട്. അവരുടെ വിഷമം കൊണ്ടാണോ കരയുന്നത്? അല്ല, അതൊരു തൊഴിലാ. പലരും കൂടെ നിൽക്കുന്നത് ഒരു തൊഴിലാ. എന്ത് കാര്യമുണ്ടെങ്കിലും കൂടെ നിൽക്കും, എല്ലാത്തിനും ആളായിട്ട് കൂടെ നിൽക്കും. ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത, അവസരത്തിലും അനവസരത്തിലും കുത്തുവാക്കുകൾ പറയുന്ന, നമ്മുടെ കുറവുകളെ കുത്തി കാണിക്കുന്ന അല്ലേ, അങ്ങനെയുള്ളവർ ആരാവാരക്കൂട്ടം. ബഹളമാ. നമ്മൾ സഹിക്കുവാൻ കഴിയാതെ തലപ്രാന്തെടുത്തിരിക്കും. അപ്പോഴാ ബഹളം വച്ച് ആദൂതം പറഞ്ഞ് ആ അന്തരീക്ഷത്തെ മുഴുവനും നശിപ്പിക്കുന്ന കൂട്ടം, അങ്ങനെയുള്ള കൂട്ടം. അപ്പോൾ യേശു അവിടെ പോവുക. അപ്പോൾ ഈ കൂട്ടം ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു, നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത കൂട്ടം. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, ദൈവദാസനെ, അവർക്ക് ആത്മാർത്ഥതയില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കാരണം അവർ കരയുവാനുണ്ടായ കാരണം, ഈ ബഹളം വയ്ക്കുവാനുണ്ടായ കാരണം, അവിടെ ഒരു മരണം നടന്നിരിക്കുന്നു. ഒരു ബാല മരണപ്പെട്ടിരിക്കുന്നു. അപ്പോ ആ മകളെ എഴുന്നേൽപ്പിക്കുവാൻ, അല്ലെങ്കിൽ മരിച്ചുപോയ മകളെ ജീവിപ്പിക്കുവാൻ വേണ്ടി വിശ്വാസിയായ ഒപ്പം പ്രമാണിയായ പിതാവ് യേശുവിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ യേശു അവിടെ കൂടി നിന്നവരോട് പറയുകയാണ്, ഈ ബാല മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയത്രേ. ഈ മനുഷ്യൻ
ഈ ഭവനത്തിലുള്ളവർ ആയിത്തീരുവാൻ, പ്രശ്നത്തിലായിത്തീരുവാൻ ഇടയായ സാഹചര്യം അത് നിങ്ങൾ കരുതുന്നത് പോലെ അല്ല. അത് ഉറക്കമാണ്, നഷ്ടപ്പെട്ടിട്ടില്ല. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ. സഹോദര, നീ വിചാരിക്കുന്നത് പോലെ നീ ആയിരിക്കുന്ന ഈ പ്രശ്നം, ഒപ്പം ഈ ആരാവാരക്കൂട്ടവും കുഴലൂത്തുകാരും ഒക്കെ നിറഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയ, നിന്നെ പ്രശ്നത്തിലാക്കി തീർത്ത ഈ പ്രശ്നം, അത് നീ കാണുന്നത് പോലെ അല്ല. നിന്റെ കാഴ്ചയിൽ എന്താ? എല്ലാം അവസാനിച്ചു, ഇനി ഒന്നുമില്ല, ഇനി മുൻപോട്ട് പോകുവാൻ പറ്റത്തില്ല, ജോലിയില്ല, വരുമാനമില്ല, ഞാൻ കടക്കാരനായി, എൻ്റെ വീട് ജപ്തി ചെയ്തു പോവും, എൻ്റെ വസ്തു ജപ്തി ചെയ്തു പോവും, എൻ്റെ മക്കളുടെ പഠനം പകുതി വഴിയിലാവും, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ടാത്തവനായി തീരും, ഞാൻ ആരുടെ മുമ്പിൽ തലനിവർത്തുവാൻ കഴിയാതെ കൊള്ളാത്തവനായി തീരും, ഞാൻ തീർന്നു. ഇല്ലെന്നേ യേശു പറയുക, ബാല മരിച്ചിട്ടില്ല, അതെ നഷ്ടപ്പെട്ടിട്ടില്ല. നീ കരുതും പോലെ നീ അങ്ങനെ ഒന്നുമില്ലാത്തവനായി തീരുവാൻ തക്കവണ്ണം, തലകുനിക്കുവാൻ തക്കവണ്ണം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതെ നഷ്ടപ്പെട്ടിട്ടില്ല. അതെ വരുമാനമുള്ളവനായി നീ മാറുവാൻ പോകുക. അതേ നഷ്ടപ്പെട്ടു പോയെന്ന് നീ കരുതുന്ന ആ ജോലി എൻ്റെ കർത്താവ് തിരികെ തരുവാൻ പോകുക. ഇനി ഒരിക്കലും ഒരു ജോലിക്കാരനായി മാറുവാൻ എനിക്ക് കഴിയത്തില്ല, ജോലി ചെയ്ത് ജീവിക്കുവാൻ എനിക്ക് കഴിയത്തില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന സഹോദര, സഹോദരി, കേൾക്ക്. ആ ജോലിയെ തിരികെ നൽകി കർത്താവ് നിന്നെ മാനിക്കുക. ഓ താങ്ക് ഗോഡ്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, ആ ജോലിയെ കർത്താവ് തിരികെ തരിക. ആമേൻ, സ്തോത്രം. അപ്പോ വിഷയം അവിടെ നോക്കിയേ, അവിടെ യേശു പറയുക ബാല മരിച്ചിട്ടില്ല. അപ്പോ ഈ ആരാവാര കൂട്ടവും കുഴലൂത്തുകാരും എന്താ പരിഹസിച്ച് ചിരിക്കുക. ഓ പിന്നെ 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 ഇപ്പോ നിങ്ങളൊരു പ്രശ്നത്തിലായി, പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചു, ഞങ്ങൾ പറയും ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും, ആ ജോലി അത് കിട്ടും, ജോലി കിട്ടും, ആ വിദ്യാഭ്യാസം, തലമുറകളുടെ വിദ്യാഭ്യാസം തന്നെ അത് പകുതി വഴിയിൽ അവസാനിച്ചു പോകുവാൻ അനുവദിക്കത്തേ ഇല്ല. ആര്? എൻ്റെ കർത്താവ്. അവൻ വഴികളെ തുറക്കും. അടഞ്ഞു പോയെന്ന് നീ കരുതുന്ന സ്ഥാനത്ത് കർത്താവ് വഴി തുറക്കും. അതേ കർത്താവ് വഴി തുറക്കും. ആ രോഗത്തിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. രോഗിയായി നീ അവസാനിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. സഹോദരി, നീ ഭർത്താവില്ലാത്തവളായി ജീവിച്ച് നിന്റെ ജീവിതം നരകതുല്യമായി തീരുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. സഹോദര, നീ ഭാര്യയുള്ളവനായി തന്നെ ജീവിക്കും. ഇത് ഞങ്ങൾ പറയും. ഇത് പറയുമ്പോൾ ഈ ഒപ്പമുള്ള കുഴലൂത്തുകാരും ആരാവാര കൂട്ടവും അവർ പറഞ്ഞ് പരിഹസിക്കും. ഓ പിന്നെ ഇവരൊക്കെ ഇപ്പം പറഞ്ഞാൽ അവൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതല്ലേ മാതാവേ, പുറത്തുള്ളവരല്ല, നിന്റെ മക്കൾ കൂടെ പറയത്തില്ലേ, പ്രാർത്ഥിച്ച് ശരിയാവൂടാ, ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് പ്രവർത്തിക്കും. ഓ പിന്നെ അമ്മയുടെ ഒരു ദൈവം ഇപ്പൊ അങ്ങ് പ്രവർത്തിക്കാൻ പോകുന്നു, പിന്നെ ഇതുവരെ എന്താ അമ്മയുടെ ദൈവം അമ്മ പ്രാർത്ഥിച്ചിട്ട് കേൾക്കാത്തെ? എടാ, അത് നീ പഠിക്കാത്തോണ്ടാ. മര്യാദയ്ക്ക് പഠിക്കാൻ വിട്ടാൽ മര്യാദയ്ക്ക് പഠിക്കണം. നീ പഠിക്കാതിരുന്നിട്ട് പാവപ്പെട്ട നിന്റെ അമ്മയെ തെറി പറഞ്ഞതുകൊണ്ടോ ദൈവത്തിനെ തെറി പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. നിനക്ക് നല്ല ബുദ്ധിയുണ്ടല്ലോ, അറിവുണ്ടല്ലോ, നിന്റെ അമ്മയും അപ്പനും പറഞ്ഞു തരുന്നുണ്ടല്ലോ, ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. കരിങ്കല്ലെടുത്ത് തലയിൽ വയ്ക്കുന്ന പണിയല്ലല്ലോ. പ്രാർത്ഥിക്കു കുഞ്ഞേ, ഇരുന്ന് പ്രാർത്ഥിക്ക്. ലോകപ്രകാരം ചിലവഴിച്ച് കളയുന്ന സമയത്തിൽ നിന്ന് കുറച്ച് സമയം എൻ്റെ കർത്താവിനൊപ്പം ഇരിക്കുവാൻ തയ്യാറാക്കുക. സഹോദര, ഭാര്യയെ തെറി പറയുന്നതിന് മുമ്പ് അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്ക്. എന്നിട്ട് പറയൂ, ദൈവം പ്രവർത്തിക്കുമോ പ്രവർത്തിക്കത്തില്ലേ എന്ന്. നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഓ താങ്ക് ഗോഡ്. അല്ലാതെ ചുമ്മാ വെറും വാക്ക് പറയുന്നതല്ലെന്നേ. അപ്പോ ഇങ്ങനെ പരിഹാസമാണ്. അപ്പൊ ഇവരെന്തുകൊണ്ടാ പരിഹസിക്കുന്നേ? ഒട്ടും ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ട്. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർ പറയും, അയ്യോ ഇതാ യേശു പറയുക, അല്ലെങ്കിൽ ആരോ ആകട്ടെ ഈ മനുഷ്യൻ പറയുക, ഇവരുടെ വീട്ടിലെ കണ്ണുനീർ മാറുമല്ലോ, അല്ലെങ്കിൽ ഈ കേൾക്കുന്ന സമയത്തെങ്കിലും അവർക്കൊരു ആശ്വാസം വരുമല്ലോ. അത് ചിന്തിക്കുവാൻ ആത്മാർത്ഥതയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പറയുമ്പോൾ അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കമൻ്റ് ഇടുന്ന, പോസ്റ്റ് ഇടുന്ന, നിങ്ങളെ വിളിച്ചുപദേശിക്കുവാൻ നിൽക്കുന്നവർ, അവർ കുഴലൂത്തുകാരാണ്, അവർ ആരാവാരക്കാരാണ്. അവരങ്ങനെ ഓളപ്പരപ്പിൽ നടക്കുക, എല്ലാം തികഞ്ഞെന്നും പറഞ്ഞു. ആമേൻ. മരണം മുൻപിൽ കാണുമ്പോൾ അല്പസമയം ജീവിതത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം ലഭിക്കുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ, അതിന് ലോജിക്കോ മാജിക്കോ ഒന്നുമല്ല, വിശ്വാസമാണ് ആവശ്യം. ആമേൻ. ദൈവത്തിന് കഴിയുമെന്ന് ഉറപ്പോടെ ഇനി മരണം മതിയെന്ന് പറഞ്ഞ് കരഞ്ഞ് തളർന്നായിരിക്കുന്ന വ്യക്തിയോട് പറയുവാൻ കഴിയുമെങ്കിൽ, ആ പറച്ചിലിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, മരണം വേണ്ട എനിക്കും ജീവിക്കണമെന്ന് പറഞ്ഞ ആ വ്യക്തി കൂടെ വരും. അതേ മരണത്തിൽ നിന്ന് ഒത്തിരി പേരെ പിടിച്ചെടുത്തതാ. ആമേൻ. അവിടെ ലോജിക്കും മാജിക്കും ബുദ്ധി കൊണ്ടൊന്നും ചിന്തിച്ചാൽ കിട്ടത്തില്ലെന്നേ. എന്നെ കേൾക്കുന്നത് നിങ്ങളോട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പലതും എൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ
വിശ്വാസം കൊണ്ടാണ് പറയുന്നത്. എൻ്റെ യേശുപ്പനെ എനിക്ക് അത്ര വിശ്വാസമാണ്. ഓരോ കാര്യവും നിങ്ങളോട് പറയുമ്പോൾ, ഓരോ മെസ്സേജും നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് എൻ്റെ യേശുവിനെ വിശ്വാസമാണ്. ഇന്ന് വരെയും എന്നെ കൈവിടാത്ത യേശു നിങ്ങളെയും കൈവിടത്തില്ല. അവൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും അവൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. അപ്പോൾ കുഴലൂത്തുകാർ അവർ പരിഹസിക്കുക, അവർ പരിഹസിച്ചാർത്ത് ചിരിക്കുക. ഇപ്പം തന്നെ നിനക്ക് ജോലി കിട്ടിയതും തന്നെ, നീ ജോലിക്കാരനായി വന്നതും തന്നെ, നീ എങ്ങനെയെങ്കിലും വീട്ടിൽ പോകും, അവിടെ പോയി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ നോക്കി, ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അല്ലേ സഹോദരി, പലരെയും വിളിച്ചൊരു ആശ്വാസത്തിന് വേണ്ടി വിളിക്കുമ്പോൾ പലരും പറയുക, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലെന്നേ. അവിടെ ജോലി ചെയ്തിട്ട് ഇവിടെ വല്ല തൊഴിലുറപ്പിനെങ്കിലുമൊക്കെ പോയി, അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പ് കൈനീട്ടി ഞങ്ങൾക്ക് വല്ലതും പറയാൻ പറ്റുന്ന നിലയിൽ ജീവിച്ചാൽ പോരേ. കുഴലൂത്തുകാർ, ആരാവാരക്കൂട്ടം കൂടെ നിൽക്കും നീ കഷ്ടതയിലാണെങ്കിൽ. അയ്യോ, എന്തൊരു സ്നേഹമാ. അകത്തൊന്നുമില്ല കേട്ടോ. അതെപ്പോൾ തിരിച്ചറിയാൻ പറ്റും? നിന്റെ ജീവിതത്തിലൊരു നല്ലതുണ്ടാകുമ്പോൾ. നീ വിദേശത്തേക്ക് പൊയ്യെന്നറിഞ്ഞപ്പോ അപ്പോൾ ഹാലിളവിയതാ. അല്ലേ, സഹിക്കുവാൻ കഴിയുന്നില്ല ചില ആരാവാരക്കൂട്ടത്തിന്. എന്നാൽ പറയട്ടെ സഹോദരി, ആ ആരാവാരക്കൂട്ടത്തെ കർത്താവ് പുറത്താക്കുക. ആത്മാർത്ഥതയില്ലാതെ നിനക്കൊപ്പം നിൽക്കുന്ന, പലപ്പോഴും പ്രശ്നത്തിന് മധ്യത്തിൽ നിന്നെ തളർത്തിക്കളയുന്ന, നിന്റെ അവസ്ഥയെ നരകതുല്യമാക്കി തീർക്കുന്ന ചിലരെ കർത്താവ് പുറത്താക്കിയ ആ ആരാവാരക്കൂട്ടത്തെ എൻ്റെ കർത്താവ് പുറത്താക്കിയതുപോലെ അതേ ചിലരെ ഇന്ന് കർത്താവ് പുറത്താക്കുക. നിന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് ചിലരെ മാറ്റിക്കളയുക. ആ മാറ്റിക്കളഞ്ഞിട്ട് കർത്താവ് വെറുതെ നിൽക്കുന്നില്ല. പിന്നെയോ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മത്തായിയുടെ സുവിശേഷം 9:25 തന്നെ അവൻ ബാലയുടെ കൈ പിടിച്ചു എഴുന്നേൽപ്പിച്ചു. ബാലയെ എഴുന്നേൽപ്പിച്ചു. നഷ്ടപ്പെട്ടു പോയി ആ ഭവനമായി തീർന്ന പ്രശ്നത്തിന് യേശു പരിഹാരം വരുത്തി. ജോലിയില്ലായ്മ എന്ന നിന്റെ പ്രശ്നത്തിന് എൻ്റെ യേശു പരിഹാരം വരുത്തുക. താങ്ക് ഗോഡ്. ജോലി സ്ഥലത്തുള്ള പ്രശ്നത്തിന് എൻ്റെ യേശു പരിഹാരം വരുത്തുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ജോലി സ്ഥലത്ത് നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം വരിക. സഹോദരി, കുടുംബജീവിതത്തിനകത്ത് നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന് എൻ്റെ യേശു പരിഹാരം വരുത്തുക. നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് തിരികെ കൊണ്ടുവരിക. സ്തോത്രം. വീണുപോയ, തകർന്നുപോയ, നശിച്ചുപോയ നിന്റെ ദാമ്പത്യ ജീവിതത്തെ എൻ്റെ കർത്താവ് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുക. സഹോദര, തകർന്നുപോയ നിന്റെ ദാമ്പത്യ ജീവിതത്തെ എൻ്റെ കർത്താവ് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുക. അതിൻ്റെ കാരണം എന്താണോ ആ കാരണത്തെ കർത്താവ് പരിഹരിക്കുക. സ്തോത്രം. ആ പ്രശ്നത്തെ കർത്താവ് പരിഹരിക്കുക. മറ്റുള്ളവർ പരിഹസിച്ച, നീക്ക് എന്തിനാ പെണ്ണ് കെട്ടാൻ പോയത് എന്ന് ചോദിച്ച് പരിഹസിച്ച, പലരുടെയും മുമ്പിൽ നീ തലകുനിക്കേണ്ടി വന്ന, പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയാതെ നീ തലകുനിക്കേണ്ടി വന്ന ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക. എന്താണോ കുടുംബജീവിതത്തിന് അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത്, ആ പ്രശ്നത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ആ വീഴ്ചയെ കർത്താവ് പരിഹരിക്കുക. ആമേൻ. ആ കുഞ്ഞ് കിടക്കുക, മരിച്ചുപോയി കേട്ടോ. അതാണ് അവിടെ കുഴലൂത്തുകാർക്കൊക്കെ അവസരമുണ്ടായത്. നിന്റെ കുടുംബജീവിതം മരിച്ചുപോയി, നിന്റെ കുടുംബജീവിതം തകർന്നുപോയി, നശിച്ചുപോയി. അപ്പോഴാ പലരും കയറി വന്നേ. ആശ്വസിപ്പിക്കാനെന്ന വ്യാജേനയാ വന്നേ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നല്ലതുപോലെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അല്ലേ സഹോദരി? നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട്, നിന്റെ കയ്യിൽ പോണ്ട, എങ്ങനെ ജീവിച്ച ചെറുക്കന, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അന്നേക്കെ നോക്കി കണ്ട് ജീവിക്കാനുള്ളതായിരുന്നു. ഇതിനെയൊക്കെ തള്ളയുന്നത് എന്ത് പഠിപ്പിച്ചാണോ കെട്ടിച്ചു വിടുന്നത്. അല്ലേ? കുത്തി വേദനിപ്പിക്കുക, കിടന്ന് ബഹളം വയ്ക്കുക, സ്വസ്ഥത തരാതെ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അവരെ കർത്താവ് പുറത്താക്കുവാൻ പോവുകയാണ്. തകർന്നു പോയ നിന്റെ ജീവിതത്തെ പണിതുയർത്തി എൻ്റെ കർത്താവ് അതേന്നെ അവരെ പുറത്താക്കുവാൻ പോകുക. ആത്മാർത്ഥതയില്ലാത്ത ചിലരെ, യേശുവിൻ നാമത്തിൽ ആത്മാർത്ഥതയില്ലാത്ത ചിലർ നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകുക. അതിന് തക്കവണ്ണം എൻ്റെ കർത്താവ് തകർന്നു പോയ നിന്റെ ജീവിതത്തെ പണിതുയർത്തുക. അവർ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുക. ആമേൻ. കൂടെ കൂടിയിട്ടുള്ള ചിലർ പ്രതീക്ഷിക്കാത്തത്. ഇനി നീ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കത്തില്ല, അങ്ങനെ പറഞ്ഞു കൂടെ കൂടിയ ചിലരുണ്ട് കേട്ടോ. ആമേൻ. സ്തോത്രം. കേട്ടിട്ടില്ലേ? പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. മനസ്സിലായല്ലോ? അത് ഉപമിക്കാനാണെന്ന് തോന്നുന്നു. 9ാം ക്ലാസ്സിലാണ്. ഉപമിച്ചോട്ടാ മതി. നിങ്ങളുടെ ജീവിതം വച്ചിട്ട് ചില കൊതുകിനെയൊക്കെ കർത്താവ് തല്ലിക്കൊല്ലാൻ പോകും യേശുവിൻ നാമത്തിൽ. ആമേൻ. ചിലരൊക്കെ പുറത്തു പോകുവാൻ പോകുക. ചില കുഴലൂത്തുകാർ
ആരാവാര കൂട്ടത്തെ കർത്താവ് പുറത്താക്കുക. മാതാവേ, പിതാവേ, നിന്റെ തലമുറകളുടെ ജീവിതത്തെ നരക തുല്യമാക്കി തീർക്കുന്ന അവരുടെ കഷ്ടതയിൽ ഒപ്പം നിൽക്കാനെന്ന് വ്യാജേന കൂടെ കൂടി വഴി ഒരുക്കേണ്ടവർ വഴിയടച്ചു വെല്ലുവിളി ഉയർത്തുമ്പോൾ കേൾക്ക്. ചിലരെ എന്റെ കർത്താവ് പുറത്താക്കി വീണുപോയ സ്ഥാനത്ത് നിന്ന് നിന്റെ തലമുറകളെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുക. ഓ സ്തോത്രം. ഇനി നടക്കത്തില്ല. ഇനി അവൾ ഡോക്ടർ ആകത്തില്ല, ഇനി അവൻ ഡോക്ടർ ആകത്തില്ല, ഇനി അവൻ എഞ്ചിനീയർ ആകത്തില്ല, അയ്യോ ഇനി അവൻ ആ പ്രൊഫഷണൽ ആകത്തില്ല, ഇനി അവൾ നേഴ്സ് ആകത്തില്ല, അവൾക്ക് ഇനി IELTS കിട്ടത്തില്ല. ആമേൻ. പറഞ്ഞു കൂടെ കൂടിയിരിക്കുക, എന്നിട്ട് ആശ്വസിപ്പിക്കുക. പോട്ടടി പോട്ട്, ഓ പോട്ട്. എല്ലാവരും അങ്ങ് യൂറോപ്പിൽ പോയിട്ടാണോ ജീവിക്കുന്നത്? എല്ലാവരും അങ്ങ് കാനഡയിൽ പോയിട്ടാണോ ജീവിക്കുന്നത്? എല്ലാവരും ഡോക്ടറായിട്ടാണോ ജീവിക്കുന്നത്? ആമേൻ. സഹോദരി, മനുഷ്യൻ്റെ വാക്ക് കേൾക്കരുതേ. നീ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കേ. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ നിന്നോട് പറയട്ടെ, നീ ആഗ്രഹിച്ചത് നിൻ്റെ തലമുറകളിൽ സംഭവിക്കും. യെസ്, യേശുവിൻ നാമത്തിൽ. നീ കേട്ട പ്രവചനം, ആ പ്രവചനത്തിൽ ഒരു വള്ളിയോ പുള്ളിയോ നീങ്ങിപ്പോകത്തില്ല. നിൻ്റെ തലമുറകൾ നീ ആഗ്രഹിച്ചതുപോലെ അതെ അവരങ്ങനെ തന്നെ ആകുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചിലരെ കർത്താവ് പുറത്താക്കും. ആമേൻ. കൂട്ടം കൂടി നിൽക്കുന്ന ചിലരെ കർത്താവ് പുറത്താക്കുക. ബഹളം വെച്ച് തലമുറകളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചിലരെ കർത്താവ് പുറത്താക്കുക. അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവരവസാനം കേട്ടാ കുടിക്കാനും വലിക്കാനും ഒക്കെ ഇറങ്ങി പോകുന്നേ. എത്രയെന്ന് പറഞ്ഞാൽ സഹിക്കുന്നേ? കേട്ട് നശിച്ചവളുമാരുടെ വാക്ക് കേട്ട് മക്കൾ ഇറങ്ങി പോവുക. സ്തോത്രം. പറഞ്ഞു വിടാൻ വയ്യ, പേടിയാ. അല്ലാതെ തന്നെ പറഞ്ഞ് അഴിക്കുക, തലമുറകളെ പറഞ്ഞ് നശിപ്പിക്കുക. കർത്താവ് അവരെ പുറത്താക്കുവാൻ പോകുക. വിശ്വസിക്ക്. ഓ സ്തോത്രം. നിന്റെ തലമുറകളെ അവർ വീണുപോയ സ്ഥാനത്ത് നിന്ന് കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെ വീണുപോയ സ്ഥാനത്ത് നിന്ന് കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച്, അവരുടെ കരിയറിനെ വീണുപോയ സ്ഥാനത്ത് നിന്ന് കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് എൻ്റെ കർത്താവ് ആരാവാര കൂട്ടത്തെ കുഴലൂത്തുകാരെ പുറത്താക്കുക. ഓ താങ്ക് ഗോഡ്. ആമേൻ. കൂടെ നിൽക്കുക. കൂടെ വേണോ? വരാം. എന്നിട്ട് അയ്യോ ഈ രോഗം വന്നിട്ടാ മരിച്ചു പോയ തെക്കേര് കൊച്ചേട്ടൻ. അങ്ങനെ മരിച്ചു പെട്ടെന്ന്. ഡോക്ടറൊക്കെ പറഞ്ഞു കുഴപ്പമില്ലെന്ന്, പക്ഷെ മരിച്ചു പോയി കേട്ടോ. പക്ഷെ നീ മരിക്കത്തൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഇളക്കി മറിക്കുക. ആരാവാരക്കൂട്ടം. നീ രക്ഷപ്പെടരുത്, അതാ മനസ്സിലിരിപ്പ്. നീ ചത്ത് കാണണം, നിന്റെ പടം പോസ്റ്റിൽ കയറണം, എന്നിട്ട് ആ പേരും പറഞ്ഞ് കുടിച്ച് മറിഞ്ഞ് നടക്കണം. അയ്യോ പന്ന പിശാചുക്കൾ. നീ പോസ്റ്റിൽ കയറിയിട്ട് ആ ആഘോഷം അവർ കുടിച്ച് തീർക്കത്തില്ല. അവർ കുടിച്ച് പോസ്റ്റിൽ കയറും. അത് കാണുവാൻ നീ ഉണ്ടാകും. ദൂതാ കേട്ടോ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാനിങ്ങനെ പറയുമ്പോൾ സങ്കടം തോന്നണ്ട. പലരും ഈ വേദന അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. നീ ചിലത് കാണും. നിന്റെ തകർച്ച കാണുവാൻ കാത്തിരിക്കുന്നവർ തകരുന്നത് നീ കാണും. ആമേൻ. അത്രമാത്രം നിന്നെ ചിലർ വേദനിപ്പിക്കുന്നുണ്ട്. നിന്റെ രോഗാവസ്ഥയിൽ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നിന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ആ രോഗക്കിടക്കയിൽ നീ തീർന്നു പോകത്തില്ല. എൻ്റെ കർത്താവ് നിന്നെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുക. ഓ സ്തോത്രം. സഹോദരി, തകർന്നു പോയ ആ ബിസിനസ്സിനെ കർത്താവ് കരം പിടിച്ചെഴുന്നേൽപ്പിക്കുക. ഓ ആമേൻ. അത് തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ലെന്ന്. നീ കടക്കാരിയെ മറ്റുള്ളവരുടെ മുമ്പേ തലകുനിയുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ആ ബിസിനസ്സിനെ കർത്താവ് പുനരുജ്ജീവിപ്പിക്കും. ഉറങ്ങിക്കിടക്കുക. അമ്മേ, നീ പറയും തകർന്നു പോയി, ഒപ്പമുള്ളവർ പറയും നശിച്ചു, വേറെ വല്ല പണിക്കുമ്പോൾ. പക്ഷെ കർത്താവ് പറയുക ഇതൊരു ഉറക്കമാണ്. എഴുന്നേൽക്കും. കർത്താവ് വിളിച്ചെഴുന്നേൽപ്പിക്കും. തകർന്നു പോയതിനെ വിളിച്ചെഴുന്നേൽപ്പിക്കും. കുഴലൂത്തുകാരെയും ആരാവാരക്കൂട്ടത്തെയും പരിഹാസികളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കും. കുറ്റം മാത്രം നോക്കി കണ്ടുപിടിക്കുവാൻ നിൽക്കുന്ന ആത്മാർത്ഥതയില്ലാത്തവന്മാരെ കർത്താവ് പുറത്താക്കും. അപ്പോൾ യേശു വന്നിട്ടുണ്ട്. യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുക. നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾ കരുതുന്നതിനൊക്കെ ഉറങ്ങിക്കിടന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുന്നത് പോലെ യേശു എഴുന്നേൽപ്പിക്കും. അപ്പോൾ അതിനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെ കർത്താവ് തിരികെ തരട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആരാവാരക്കൂട്ടത്തെയും കുഴലൂത്തുകാരെയും കണ്ടും കേട്ടും മടുത്തായിരിക്കുന്നുവോ ധൈര്യമായി വിളിക്ക്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ തകർക്കുന്നതൊന്നും ഞങ്ങളിൽ നിന്നുണ്ടാകത്തില്ല. നിങ്ങളെ പണിയുന്നവൻ്റെ അതെ അവൻ്റെ വാക്കുകൾ തന്നെ അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ കേൾക്കും. അപ്പോൾ മടിക്കേണ്ട, കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജുകൾ ഷെയർ ചെയ്യുക. ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി പേരെ കൂട്ടി വരുത്തുക.
അതുപോലെ എല്ലാ ദിവസങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ കേട്ട് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരു സഭാരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും 10:30 മുതലുള്ള ഞങ്ങളുടെ ലൈവ് ടെലികാസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ്. സഭാരാധന ലൈവായി തന്നെ നിങ്ങളുടെ ഭവനങ്ങളിലെത്തും. ഞങ്ങൾക്കൊപ്പം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനുമുള്ള അവസരവും ഉണ്ട്. ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തുവാൻ ഒരു കുടുംബം കാരണമായി സ്പോൺസർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത് അനേകരിലേക്ക് എത്തിക്കുവാൻ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി ഞങ്ങൾക്കൊപ്പം നിൽക്കുവാൻ അവസരമുണ്ട്. അതിനായി കോൺടാക്ട് ചെയ്യുക എന്ന കണ്ണടച്ചോ പ്രാർത്ഥിക്കാം. വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരിൽ രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വചനം പഠിപ്പിക്കുന്നുവല്ലോ, വേഗത്തോടുന്ന വചനമയച്ച് അങ്ങ് സൗഖ്യമാക്കുന്നു എന്ന്. ഇപ്പോൾ എന്നെ കേൾക്കുന്നവരുടെ ഭവനങ്ങളിലേക്ക് അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് അയക്കപ്പെട്ട വചനം ജഡത്തിൽ വെളിപ്പെടട്ടെ, സൗഖ്യമായി വെളിപ്പെടട്ടെ. യെസ്, ആ രോഗക്കിടക്കകൾ മാറ്റി വിരിക്കപ്പെടട്ടെ. ചില വർഷങ്ങളായി കിടക്കയിലായി പോയവർ എഴുന്നേൽക്കട്ടെ. ആ വാദരോഗങ്ങൾ മാറട്ടെ. ആ ഷുഗർ നോർമലാകുക, BP കൺട്രോൾ ആകുക. പ്രാർത്ഥിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ. ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കിയ. ആമേൻ. ഓ താങ്ക് ഗോഡ്. അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. ജോലികളില്ലാതെ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പാ, ഇപ്പോൾ ഇവർക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടട്ടെ. ജോലി സംബന്ധമായ എല്ലാ വെല്ലുവിളികളും മാറട്ടെ. മറ്റുള്ളവർക്ക് പരിഹസിക്കുവാനും ചിരിക്കുവാനുള്ള കാരണമായി തീർന്നവർ അപ്പാ വിടുവിക്കപ്പെടട്ടെ. പരീക്ഷകൾ എഴുതി റിസൾട്ടുകൾ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, റിസൾട്ടുകൾ ഉണ്ടാകട്ടെ കർത്താവേ. മത്സര പരീക്ഷകൾക്ക് റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. ദാരിദ്ര്യം മാറട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. അടുക്കളയിലെ ദാരിദ്ര്യം മാറട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാ ദാരിദ്ര്യവും മാറട്ടെ. പലിശക്കടങ്ങൾ മാറിപ്പോകട്ടെ. ജപ്തി നോട്ടീസുകൾ പതിക്കപ്പെട്ട അവസ്ഥയിൽ അമേൻ. ആ ഭവനങ്ങളെ അങ്ങ് വിടുവിക്കണമേ കർത്താവ്. വ്യക്തികളെ വിടുവിക്കണമേ അപ്പാ. ഓ, തലമുറകളെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. അവിടെ വിദ്യാഭ്യാസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവ്. പ്രാർത്ഥിക്കും മാതാവേ, പ്രാർത്ഥിക്കും പിതാവേ. അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക. രോഗികളായി തീർന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. പഠന വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ യേശുവിൻ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. അവിടെ ബുദ്ധിമണ്ഡലങ്ങൾ അങ്ങ് തുറന്നാട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ. പല രാജ്യങ്ങളിലും ഓ സ്തോത്രം, പഠന സംബന്ധമായി ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസത്തിന്മേലുള്ള സകല വെല്ലുവിളിയും മാറിപ്പോകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭർത്താക്കന്മാരെ അങ്ങ് മടക്കി കൊണ്ടുവരണമേ കർത്താവ്. ഭാര്യമാർ മടങ്ങി വരട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ വാങ്ങട്ടെ. ഭവനങ്ങളെ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. വലുതും ചെറുതുമായ സകല ബിസിനസ്സുകളും കച്ചവടങ്ങളും അനുഗ്രഹമായി തീരട്ടെ. സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വയം തൊഴിലുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പാ, അങ്ങ് പ്രാർത്ഥന കേട്ട് മറുപടി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിൻ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം ദൈവം അനുവദിച്ചാൽ നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.